ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് വായിച്ചു. then I will talk. Praise God. ആദ്യത്തെ ഒന്നാമത്തെ വാക്യം പറയുന്നു, The first verse says, ഒരു തോട്ടക്കാരനെ അവിടെ കാണിക്കുന്നു. it represents a gardener. പിന്നെ ഒരു പ്ലാന്റിനെ അവിടെ കാണിക്കുന്നു. It also shows about a plant. കർത്താവായ യേശുക്രിസ്തുവായി ഇത് പറയുന്നത്, The Lord Jesus himself is talking about this. ഞാനൊരു മുന്തിരിവള്ളിയാണ്. I am the true vine. പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലം കാക്കുന്ന ഒരുവനുണ്ട്, അവൻ എൻ്റെ പിതാവാ. And there's a guy who actually keep watch over the place where I stand. എന്നിട്ട് 8-ാം വാക്യത്തിൽ എന്താ പറയാന്നറിയാമോ? Verse 8 it says, my Father is glorified by this, that you may produce much fruit and prove to be my disciples. Praise God. അപ്പോൾ ഈ മുന്തിരി വള്ളിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്ത് ആഗ്രഹം അറിയാമോ? There's only one desire for this vine. നിങ്ങൾ എന്നിലെ ഫലം കായ്ച്ചുകൊണ്ട്, you have to bear fruit in me. നിങ്ങൾ എന്നിൽ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഈ തോട്ടക്കാരനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. If you don't bear fruit in me, remember the vineyard keeper is keeping a watch over this. ആ ഫലം ആ തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ ആയിത്തീരുന്നില്ല എങ്കിൽ, if the gardener is not seeing the expected fruit from us, ഈ തോട്ടക്കാരൻ മുന്തിരിയാകുന്ന എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പ്രയാസമുണ്ട്. The way that the keeper or the gardener loved the vine, I am not able to love the way that the keeper actually loved me. എന്തൊരു നല്ല കണക്ഷൻ അല്ലേ? There is a connection that you can see in this. ഒരു ഓണർ ഉണ്ട്, ഒരു തോട്ടക്കാരനുണ്ട്. There is a gardener who is the owner of the garden. ഒരു പ്ലാന്റ് ഉണ്ട്, അവിടെ ഒരു മുന്തിരിവള്ളി ഉണ്ട്. There is a vine that is standing in the midst. നമ്മളെയൊക്കെ ദൈവം അതിന്റെ ഫലമായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. But God has selected all of us to be the branches to bear fruit. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ബ്രാഞ്ചസ് ആകുന്ന നമ്മളിലൊക്കെ ഒരു ഫ്രൂട്ട് ഉണ്ടാവണം. The desire of God is for us to bear fruit in the branches, which is us. Praise God. എന്നിട്ട് അവിടെ പറയുന്നതറിയാമോ? There it says again, രണ്ടാമത്തെ വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. He removes all the branches that does not bear fruit. അതിനെ പ്രൂൺ ചെയ്യാന്നാ പറയുന്നത്. It talks about the pruning. പ്രൂണിങ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? Have you seen how the gardener prunes the plants? ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, what is pruning. You can search online how pruning is done. ഇച്ചിരി വേദനയൊക്കെയാ അത്. It actually represents that it goes through a painful process. Praise God. ഉണങ്ങി നിൽക്കുന്നത്, വലിയ ഗുണമൊന്നുമില്ലാത്തത്, മുന്നോട്ട് പോയാലും ഫലം തരാൻ ഒക്കാത്തതിനെയൊക്കെ എന്തോ പ്രൂൺ ചെയ്യും. The gardener will prune every branch that cannot bear fruits. അങ്ങനെ പ്രൂൺ ചെയ്താൽ അതിന്റെ അർത്ഥം ബാക്കി ആ നിൽക്കുന്ന ആ സ്റ്റമ്പിൽ നിന്ന് നല്ലത് പൊട്ടിക്കിളിച്ച് നല്ല ഫലം ഉണ്ടാവും. And it actually expects to be bringing forth new branches for new fruit to be bear from it. അപ്പോൾ ഇവിടെ പറയുന്നത് നിന്നെ കൂടെ ഒന്ന് ചെത്തുന്ന എന്തിനാണെന്നറിയാമോ? And here it talks about why the gardener prunes you every often. നിന്നെ ചെത്തിയെങ്കിൽ മാത്രമേ ഒരു നല്ല ഫലം നിനക്കുണ്ടാകത്തുള്ളൂ. And you will only produce good fruit if you go through that pruning process. Praise God. Hallelujah. നമുക്കറിയാം പല പ്ലാന്റും നമ്മൾ നടുന്നവരാ. We know some of us are gardeners. ചില പ്ലാന്റ് ഉണ്ട് അങ്ങ് വളർന്നു പോകത്തേ ഉള്ളൂ, കാര്യമായ കായൊന്നും ഉണ്ടാവില്ല. Some tree will just grow up and up, but they doesn't bear any fruits. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ എന്തോ കൊടുക്കും അറിയാമോ? Do you know what a true gardener will do? ഈ വളർന്നു പോകുന്നതിനെ ഒരു കട്ട് കെട്ടും. And he will prune the tree that is growing up and up. സ്തോത്രം. പിന്നെ അവിടുന്ന് നല്ല സ്റ്റമ്പ് അങ്ങോട്ടൊക്കെ നല്ല ബലമുള്ളത് കിളിച്ചു വരും. And from that point onwards, new branches will come out of it. ഏറ്റവും നിസ്സാരമാണ് അതിന്റെ കറിയാപ്പിലയുടെ ഉദാഹരണം പറഞ്ഞു, കരിവേപ്പിന്റെ ഉദാഹരണം പറഞ്ഞു. And we know about the curry leaves that we use, how it goes through the pruning process. ഇവിടെ പലർക്കും അറിയാം, ഷാമേദർ കഴിഞ്ഞ ആഴ്ച അത് ചെയ്തതാ.
And we know all about it, and even Samuel uncle actually did it. കാരണം നമ്മൾ വെക്കുന്ന ആ ഒരു കരിയാപ്പ് കിളിച്ച് ഏതാണ്ട് പിന്നെ അതിൻ്റെ ഇലയെല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും കാര്യമായിട്ടില്ല. And when we take all the leaves out of it, it actually have nothing else to grow. പിന്നെ എന്തോ ചെയ്യുന്നറിയാമോ? Do you know what the gardener do? ഒരു പ്രൂണിങ് നടത്തും. They actually cut their branches to bring forth new branches in it. പിന്നെ ഈ ഫലമില്ലാത്ത വളർച്ച അങ്ങ് നിൽക്കും. And it also means that the branches that cannot produce fruit will stop bearing anymore. പിന്നെ അടുത്ത ബ്രാഞ്ച് വരുന്നത് നല്ല ഇലയോടാ. And from that point onwards, new branches will come out. Praise God. അപ്പോൾ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്, the word of God teaches us, നിങ്ങൾ അധികം ഫലം കായ്പാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ദിവസം തോറും ചെത്തുന്നു, അല്ലെങ്കിൽ മാസം തോറും ചെത്തുന്നു, അല്ലെങ്കിൽ വർഷം തോറും ചെത്തുന്നു. ഒരു ചെത്തുണ്ടോ എന്നുള്ളത് ഷുവറാ. The word of God teaches that the gardener prunes us for us to bear much fruit. ഈ ചെത്ത് സഹിക്കാൻ വയ്യാത്തപ്പോഴാണ്, താങ്ങാൻ വയ്യാത്തപ്പോഴാണ് ചിലർ പിന്മാറ്റത്തിൽ പോക്കളെ. Some people will go back and slip away from the word of God when they are not able to withstand the pruning in their life. അത് ചെത്താണെന്ന് മനസ്സിലാകാൻ കഴിയാത്തവനാണ് സഭ ഓടി നടന്ന് ഇങ്ങനെ എങ്ങും എത്താത്തവനായി മാറുന്നത്. Some people will jump from churches to churches when they are not able to recognize the pruning process. ദൈവവചനം കേൾക്കുന്നതിന് ഇറിറ്റേഷൻ തോന്നുന്നതിന്റെ കാരണം ഈ ചെത്ത് ഇഷ്ടമല്ല. And some people don't like to hear the messages because they don't like this pruning process. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നു, നീ എന്നും ചെത്തിനു വേണ്ടി നിന്നെ തന്നെ ഒരുക്കിക്കൊണ്ടിരാമെങ്കിൽ ഞാൻ ചെത്താൻ തയ്യാറാ, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതിൽ അധികം ഫലമായി ആഗ്രഹിക്കുന്നു. The word of God also teaches that we should be expected to be pruned for us to bear new branches and bring forth new fruits. വേദപുസ്തകം അല്പമായി പഠിച്ചു കഴിഞ്ഞാൽ, if you were to study the word of God, ഒരു മിനിമം 3 തരത്തിലുള്ള ഫ്രൂട്ട് എങ്കിലും നമുക്ക് കാണാൻ പറ്റും. we can actually see 3 types of fruits. ഈ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, what does it mean by producing fruit? Praise God. അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാ. It also means that you are bringing forth into the practical side of things. Hallelujah. മാനസാന്തരം എന്ന് പറയുന്നത് ഫലം കണ്ടെങ്കിൽ മാത്രമേ അതൊരു മാനസാന്തരമായി തീരത്തുള്ളൂ. We know about repentance. We can only produce that repentance if we have the fruit in us. Praise God. 5-ാം വാക്യം എന്താ പറയുന്നറിയാമോ? Verse 5 it says, ഞാൻ മുന്തിരിവള്ളിയും റിലേഷൻഷിപ്പ് ഉണ്ട്, ഭയങ്കര ബന്ധം കണ്ടില്ലേ? We can see the relationship in that verse that says, I am the vine and you are the branches. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നല്ല ഫലം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. And we can only bear fruit if you are having a good relationship with the heavenly Father. 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തീരണമെങ്കിൽ നിങ്ങൾ മേൽക്കുമേൽ അധികം ഫലം നിങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. The verse 8 says, for you to produce fruit, you have produce fruit and be my disciple, you have to go through this process. എന്താ ഈ ബന്ധമെന്നറിയാമോ? Do you know what this relationship is? 7-ാം വാക്യമുണ്ട്, എൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കാമെങ്കിൽ മാത്രമേ ഈ ഫ്രൂട്ട് വെളി വരത്തുള്ളൂ. Verse 7 it says, if you were to remain in the word of God, then you will produce fruits. Praise God. ദൈവത്തിന്റെ വചനം ഒരു ദൈവവൈതന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ കർത്താവായ യേശു ആഗ്രഹിക്കുന്ന ഫലം പുറത്തു വരത്തുള്ളൂ. The expected fruit will come out of us only if the word of God remains in us. വേദപുസ്തകം പഠിച്ചതുകൊണ്ടോ, it doesn't come if you were to study the word of God. ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചതുകൊണ്ടോ, even if you read the Bible multiple times, നീ എത്ര തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തതുകൊണ്ടോ, even if you take a multiple doctorate from the theology, നിനക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധമോ നിന്നിൽ നിന്ന് ഫലമോ ഉണ്ടാകില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. The word of God teaches you may not have the relationship with the Lord or even remain in him. പക്ഷേ നിന്നെ ദിവസം തോറും അത് പ്രൂൺ ചെയ്യുന്നെങ്കിൽ മാത്രമേ അത് നിനക്ക് ഫലം ഉണ്ടാകാൻ കഴിയൂ. If the word of God prunes you, then only you will bring forth the fruits in you. Praise God. പറയാൻ എളുപ്പമല്ലേ? We know it's easy for us to say this. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും, കർത്താവേ എന്നെ ഒന്ന് ചെത്തണമേ? How many of us pray, Father, prune me in my life? അന്ന് വൈകിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് തലവേദന വന്നാൽ എന്തായിരിക്കും?
And what would happen if a small headache comes after our prayer? യോഗത്തിന് പോകാൻ തുടങ്ങാൻ നേരം എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ എന്തുമായിരിക്കും? What would happen if a small difficulty come into your life if you were to go into the church for prayer? ചെറുതായിട്ടൊന്ന് ചെത്തിയതേ ഉള്ളൂ, നീ ഇന്ന് ആരാധനയ്ക്ക് പോകുമോ എന്നറിയാൻ. ഒരു ചെവിക്ക് വേദന, ചുമ്മാ ഒരു പല്ലിന് വേദനയുള്ളതായിട്ട് ചുമ്മാ ഒരു തോന്നൽ ഉണ്ടാക്കി. God only brought forth this small problem in your life to see how you're going to react to it. ഇന്നിച്ചപ്പോ കാലിനൊരു ചെറിയ വേദന വന്നു, കാരണം അറിയാമോ, നിന്നെ ഒന്ന് ചെത്തി നോക്കുക, ഇന്നത്തെ ആരാധന നീ മുടക്കുമോ എന്നറിയാം. And the Lord is actually testing us to see if you have if you wanted to go to church and pray for. പ്രാർത്ഥിക്കുന്നത് എന്തോ അറിയാമോ, എന്നെ ദിനംതോറും ഒന്ന് ചെത്തി വെടിപ്പാക്കണമെന്നോ. We often pray for God to prune us. Praise God. പ്രാർത്ഥിച്ചത് എവിടാ, ഫലം എവിടാ, അല്ലേ? And we know that what we prayed and what we produce in our lives. ചിലരെ ചെത്തുന്ന ഒരു മഴ, നല്ല മഴ കൊടുത്താ. And some people get pruned by giving big rain in their life. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? Do you understand what it means? ദൈവത്തെ ആരാധിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇട്ട ഡ്രസ്സെല്ലാം നനയും, ഭയങ്കര മഴ, അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്നതങ്ങ് ശരിയാക്കി തരാം. കർത്താവ് മഴ കൊടുത്തൊന്ന് ചെത്തി നോക്കിയതാ, പോയി കേസ്. And some people will escape worship just because there was raining outside, and they will skip the prayer meetings. ചിലർക്ക് ജോലി കൊടുത്താ കർത്താവ് ചെത്തി നോക്കുന്നേ. Some people will be given jobs in their life to see how they will react to the pruning that they are going to see in their life. ജോലി കൊടുത്ത് നല്ലപോലെ കർത്താവ് ചെത്തും. And sometimes God will bring jobs into your life to see how you react. ചിലർക്ക് ഭർത്താവിനെ കൊടുത്തൊന്ന് ചെത്തി നോക്കും. Some people were given husband to see how he or she reacts. ചിലർക്ക് പിള്ളേരെ കൊടുത്തൊന്ന് ചെത്തി നോക്കും. Some people were given children in their life to see. ചിലർക്ക് ഭാര്യയെ കൊടുത്തൊന്ന് ചെത്തി നോക്കും. Some people were given wives in their lives. ചിലവനെ കോളേജിൽ വിട്ടൊന്ന് ചെത്തി നോക്കും. Some people were sent to college ഇങ്ങനെ to be ചെത്തങ്ങ് reacted. കിടക്കുക, ഒരു കോണിൽ നിന്ന് ഒരു കോണ് വരെ. And from point to point we can see how God prunes our lives. Praise God. ചില കൂട്ടുകാരന്മാരുണ്ട് ചെത്താൻ കത്തിയായിട്ട് നിൽക്കുന്നവര്. And some of us have friends who are ready to prune us. ചില സഹോദരന്മാരെ ചെത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. And they are being told to prune the brothers. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ചെത്തിന്റെ ഒരു ആരഘോഷമാ, ഒരു ഉത്സവമാ. And there we can see a pruning festival even happening. പക്ഷെ ഓരോ ചെത്ത് ഇവൻ കേൾക്കുന്നതോറും ഇവനിലുള്ള ഫലം കുറഞ്ഞു പോവുകയാ. And when they go through this pruning process, they will not produce the fruit that is expected of them. അങ്ങനെയുള്ള പ്രൂണിംഗ് ഒന്നും എനിക്ക് വേണ്ട. And we don't need that kind of pruning in their life. That's too much. ഇതല്ലേ വിശ്വാസികൾ പറയുന്നത്? We all say this when we go through the pruning process. Jesus name. പ്രിയരെ, വാസ്തവമായിട്ട് പറയാമോ, അപ്പാ, Dear children, can we really say this? എന്നെ പ്രൂൺ ചെയ്യുമ്പോൾ Father, prune me. എന്നെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. You fill us with your Holy Spirit. അങ്ങയുടെ വചനം എന്നിൽ തന്നെ ഉറയ്ക്കാൻ എനിക്കൊരു ഭാഗ്യം തരണമേ. Give me the blessed assurance of your word remaining in me. Praise God. അതെങ്ങനെ എല്ലാ ദിവസവും വേദപുസ്തകവും വായിച്ച് ഗ്രഹിക്കണ്ടേ? No, we have to read and be assured of the word of God. അനേക ഷണ്ണന്മാർ ഇന്ന് ദൈവസഭയിലുണ്ട്. We know that there are many eunuchs in our churches. മക്കളില്ലാത്തവരെ കുറിച്ചല്ല ഞാൻ I'm not പറയുന്നത്. talking about people who don't have children in their life. അനേകം ഷണ്ണന്മാർ ദൈവസഭയിലുണ്ടെന്ന്. Many eunuchs are in the churches these days. മനസ്സിലായല്ലോ? Do you understand this? പള്ളിയിലും ഉണ്ട്. Even in secular non-denominational churches, ഇഷ്ടംപോലെ ഷണ്ണന്മാര്. there are many eunuchs. ഫിലിപ്പോസുമാർ വളരെ കുറവാ. There are many less Philips in the churches. അല്ലോ, മനസ്സിലായോ? Do you understand this? വചനപരിജ്ഞാനമുണ്ട്. They have the wisdom of the word of God. PhD ഉണ്ട്. They have the theological doctorate. അച്ഛന്റെ മോനാണ്. They belong to a priestly family. തിരുമേനിയുടെ കൊച്ചുമോനാ. They are the bishop's son. പിന്നെ അങ്ങനെ പല ബന്ധങ്ങളാണ് കിടക്കുന്നത്. They have many relationships. ഇങ്ങനെയുള്ള ധാരാളം ഷണ്ണന്മാരുണ്ട്. They are becoming eunuchs in church. എന്താ ഷണ്ണൻ എന്ന് പറയുന്നറിയാമോ? Do you know why I say there are many eunuchs? ഈ ദൈവവചനം നീ ഗ്രഹിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു ഷണ്ണൻ. If you are not able to understand and receive the word of God, then you are a eunuch. ദൈവം ആഗ്രഹിക്കുന്നത് ഫിലിപ്പോസിനെ പോലെ വചനം പൊരുളേത് മനസ്സിലാക്കുവാൻ കഴിവുള്ള ചില ഫിലിപ്പോസുമാരെ സ്വർഗ്ഗത്തിലെ ദൈവം ദൈവസഭകൾ അന്വേഷിക്കുന്നുണ്ട്. The word of God teaches that the Lord expects us to be Philips so that we can bring forth the people into the word of God. Praise God. ഞാൻ ഷണ്ണൻ എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ
തുർച്ചിയൊക്കെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. I see that many people are looking at me, staring at me when I said well, we have eunuchs in the churches. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ ദൈവവചനം കേൾക്കുന്നതോട് ഞാൻ പറയട്ടെ, I wanted to tell you, the children of God, ഇന്ന് ഈ സമയം ചിന്തിക്കണം, നീ ഒരു ഷണ്ണനാണോ എന്ന്. today morning you have to decide and think if you are in fact a eunuch. എങ്ങനത്തെ ഷണ്ണനാണെന്നറിയാമോ? What kind of eunuch am I talking about? സ്പിരിച്വൽ ഷണ്ണൻ. I'm talking about the spiritually you are eunuchs. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഷണ്ണൻ. You have become a eunuch in the relationship with the Lord Jesus. വചനത്തുറ പ്രകാരമുള്ള ഷണ്ണൻ. You have become a eunuch according to the word of God. എത്ര വർഷമായി? How many years have you passed since you have been born again? എത്ര വർഷം കൊണ്ട്? How many years have passed? ഈ വേദപുസ്തകം നിന്റെ വീട്ടിലിരിക്കുക. The word of God has been sitting in your houses. Praise God. Praise God. Hallelujah. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു ആർട്ടിക്കിൾ വായിപ്പാൻ തക്കോണമിടയായി. A few days ago I read an article. വലിയവൻ മരിച്ചാൽ ഇരുത്തി അടക്കും, ചെറിയവൻ മരിച്ചാൽ കിടത്തി അടക്കും. Come to know that if a bishop or some higher officials in the church were to die, they will sit and die, and everybody else will be sleeping or in that sleeping fashion. Where did this come from? Praise God. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അത് തെളിവായി മുഴുകൽ സ്നാനമേറ്റ് ദാനമായി കൊടുക്കാമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ഏൽക്കാതെ ചില മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയാതെ വരുവാനുള്ള ലോകവും ദൈവത്തിന്റെ തേജസ്സും മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയാത്ത പുരോഹിതന്മാർ അവരെ ഇരുത്തി അടക്കുന്നേ. And we have bishops who have not able to clearly talk about the repentance and the baptism and the receiving the Holy Spirit to the people. They are being buried sitting in their chairs. എന്നാൽ സ്വർഗ്ഗത്തിലെ ആത്മീയ നന്മ പ്രാപിക്കുന്നവൻ, but to those who have received the heavenly manna, ദർശനമുള്ളവൻ, to those who have visions in their life, വ്യാഖ്യാനമുള്ളവൻ, to those who have interpretation in their life, മണിക്കൂറോളം പ്രാർത്ഥനാ ജീവിതമുള്ളവൻ, to those people who are pray for many hours, അവനെ ഇരുത്തി കിടത്തി അടക്കുന്നേ. but those people become buried sleeping. എവിടെ പോയി വിശ്വാസ ലോകം? Where have the faithful ones have gone to? നീ ആരെ പ്ലീസ് ചെയ്യാനാ? Who are you trying to please? നിനക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറയുന്ന എന്റെ യേശുവിനെ കല്ലറയിൽ കിടത്തിയിരിക്കുകയായിരുന്നു. Oh, remember you have buried Jesus in the sleeping the way. Praise God. Praise God. Hallelujah. വേദപുസ്തകത്തിൽ ഇരുത്തി അടക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൂടെ അത് ഓർപ്പിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അറിവിന് കാരണമായിരുന്നു. Please remind me if there is anybody who is buried standing or sitting in their chairs and being buried. പ്രിയരേ, dear children, നിന്റെ സ്ഥാനം ഭൂമിയിലാണെങ്കിൽ നിന്റെ സ്ഥാനം സ്വർഗ്ഗത്തിൽ സീറോയാ മറക്കരുത്. If you belong to the world and you don't have anything to do with the heavenly things. Praise God. Praise God. Hallelujah. Praise God. ഞാൻ അധികമായി ഒന്നും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. I'm not going into deep about those things. ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ അനേകം കാര്യങ്ങളുണ്ട്. There are many things that will disappoint us with seeing all these things that are happening around us. ഒരു പ്രായമായ വയോധികനായ ക്രിസ്തുവിൽ ഭക്തനെന്ന് പറയുന്ന വ്യക്തികൾ പോലും മരിക്കുന്നതിന് മുമ്പ് അവർ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ദൈവം എന്നോട് ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ പറയുന്നത് മാനുഷിക ദൈവങ്ങളുണ്ട്, അവരിൽ ഏറ്റവും മാന്യമായ മാനസികമായ ദൈവം അമ്മയാണ്, ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ഇങ്ങനൊക്കെ പറഞ്ഞ് മണ്ണോട് മണ്ണ് ചേരാതെ ഇന്നും ഇരിക്കുന്നവരുണ്ട്. There are many people who died in their old age thinking God is like a mother to them, and they are still living in that or they are still died and buried in that fashion. ദൈവമക്കളെ, ഞാൻ ഇന്നൊരു പകൽക്കാലം ദൈവസന്നിധിയിൽ ഓർപ്പിക്കട്ടെ. I wanted to remind you, church, today. ഒരൊറ്റ മനുഷ്യനെ പോലും ജാതികളെ പോലും സഭയെ പോലും നമ്മൾ കുത്തുവാനോ പറയുവാനുമല്ല. പക്ഷേ ഞാനും നീ അറിഞ്ഞിരിക്കേണ്ട സത്യം നീ മറക്കരുത്. നീ പാപിയാണ്, നീ സ്വർഗ്ഗത്തിൽ പോവില്ല. I'm not trying to pinpoint anybody outside of the church, but I wanted to tell the truth to the people so that they can come to the saving grace.
പ്രൈസ് ഗാഡ്. പിന്നീട് ഞാൻ അറിഞ്ഞത് എന്താണെന്നറിയാമോ? And I come to know about this afterwards. ശ്രീകൃഷ്ണന്റെ ഉണ്ണികൃഷ്ണനെ അങ്ങനെ പല കൃഷ്ണന്മാരുടെയും രൂപങ്ങൾ ആ വ്യക്തിയുടെ പക്കലുണ്ട്. And this person who had so-called bishop in the church have images of different gods of the Hindu culture. ഓരോ ഹൈ പ്രീസ്റ്റിന്റെയും വലിയ വലിയ പാസ്റ്റർമാരെന്ന് പറയുന്നവരുടെയും പേര് വലുതാക്കിയവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. I'm talking about people who are of the higher officials. കർത്താവിന്റെ വചനം പറയുന്നു, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ വെള്ളത്തിലുള്ളതോ ഒന്നിന്റെയും രൂപം നീ ഉണ്ടാക്കരുത്, വയ്ക്കരുത്, ആരാധിക്കരുത്. The word of God teaches that do not make the image of anything, any idols, or to worship the idols. 2-3 PhD ലോകത്തില്ലാത്ത ജ്ഞാനവും ഉള്ളവൻ അത് വയ്ക്കുന്നുവെങ്കിൽ ദൈവമക്കൾ ഈ കേൾക്കുന്നവർ ചിന്തിക്കട്ടെ, നിങ്ങൾ ഏതാത്മാവിനാൽ നടത്തപ്പെടുത്തുന്നു. Oh, children of God, to those who are listening to us, I want you to remind you that who are you really following in your Christian life? കാണുന്നവനുള്ളതല്ല സ്വർഗം. The heaven is not for everyone who sees us. മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗമില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. If you are not able to bear the fruit of the repentance, you don't have the heaven promise for you. അതിനെതിരെ ഏത് പെന്തക്കോസ്ത് സഭകൾ പ്രസംഗിച്ചാലും, Even if a Pentecostal church were to preach ഏത് about it, സമുദായം പഠിപ്പിച്ചാലും, even if any other denomination preach നീ about it, സ്വർഗത്തിൽ പോകില്ല. You ഇത് will not- വേദപുസ്തകത്തിൽ കൂടെ you പറയുന്നതാണ്. will not enter the kingdom of God. Praise God. Hallelujah. പെന്തക്കോസ്ത് സഭ എന്നൊരു സഭ കർത്താവിന് പോലും അറിയത്തില്ല. Even God doesn't know anything about the Pentecostal church. യാക്കോബ, മർത്തോമ, ബാക്കിയുള്ളത് മുഴുവനും ദൈവത്തിനൊന്നും അറിയില്ല. God may not even know about all the Marthomite or the Jacobite church. ദൈവത്തിന് ഒന്ന് മാത്രം അറിയാം. God only knows one thing. മാഗ്നറ്റിക് ദേഹത്തുള്ളവൻ, കാന്തശക്തി ഉള്ളവൻ കാന്തം കണ്ടാ മനസ്സിലാവും, ഇരുമ്പ് കണ്ടാ മനസ്സിലാവും. God knows how the magnet works and who have magnetic power in it. എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? What does it really means? ആത്മാവ് കൊണ്ട് വീണ്ടെടുത്ത് പെന്തക്കോസ്തിന്റെ ആരാധന, പെന്തക്കോസ്തുകാരനല്ല, പെന്തക്കോസ്തിന്റെ അനുഭവം. I'm talking about the true repentance you have received through the Holy Spirit, and He has continuing in the Pentecostal worship to those people. The fruit of the Pentecostal life. Hallelujah. Praise God. അത് മാത്രമേ ദൈവത്തിന് കാണാൻ ആഗ്രഹിക്കുന്നു. God will only see those kinds of people who have true repentance and bearing fruit in their life. ഏത് സഭയിൽ പോയിക്കോ, You may go to any church. നിന്റെ ഫലമൊന്നും നിനക്കൊന്നുമില്ല എങ്കിൽ, If you don't have the fruit in you, നീ കർത്താവിനോട് പറ, എന്നെ ഒന്ന് പ്രൂൺ ചെയ്യണമേ, you ask the Lord, prune me in my life. എന്നെ ഒന്ന് ചെത്തണമേ. Lord, prune me in my life. പക്ഷെ ചെത്തുമ്പം അകന്നു പോകരുത് ദൈവസന്നിധിയിൽ. When God prunes you, don't escape from the pruning process. Praise God. Praise God. Hallelujah. Hallelujah. 9-ാം വാക്യം നാം വായിച്ചു. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. Praise God. ദൈവത്തിന് സ്തോത്രം. Hallelujah. 7-ാം വാക്യം ഒരിക്കലും ആരും മറക്കരുത്. Don't forget verse 7. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ കർത്താവ് നമ്മൾ വസിക്കത്തുള്ളൂ. God can only remain in us as long as we remain in the word of നീ God. പണ്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ആത്മാവിലായി പണ്ട് പെന്തക്കോസ്ത് സഭയിൽ പോയത് കൊണ്ടൊന്നും ദൈവത്തിന് അറിയേണ്ട ആവശ്യമില്ല. There won't be any use if you had received the repentance and if you have spoken in tongues back in the days, but if you don't remain in the word of God, എൻ്റെ കർത്താവ് അതുകൊണ്ട് നിന്നെ കൊണ്ടൊന്നും വിചാരിക്കണ്ട. don't think that you have with the Lord remaining in you. Oh, praise God. കർത്താവ് പറയുന്നറിയാമോ? Do you know what the Lord says? എൻ്റെ വചനം നിങ്ങളിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അകത്തുണ്ടെന്ന്. If you have the word of God remaining in you, then it means that I remain in you. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, read the Bible. That is why I'm asking you to read the Bible and meditate on it. Praise God. Praise God. ഒരു പക്ഷി, ഒരു കഴുകൻ താഴെ ഇറങ്ങി വരണമെങ്കിൽ, If a bird wanted to come down to the earth, അതിന് ഭക്ഷിക്കാൻ തക്ക ഒരു ആഹാരം കണ്ടെങ്കിൽ മാത്രമേ അത് താഴെ വരാറുള്ളൂ. it will only come down when the bird sees a food in the ground. ഒരു കഴുകൻ താഴെ വന്ന് തമാശ പറഞ്ഞ് കളിയും ചിരിയും ക്രിക്കറ്റും കളിച്ച് പോകാറില്ല. ഒറ്റ An eagle കഴുകൻ doesn't come to play around in the ground.
ഒത്തിരി നാളായി മേളിൽ നിന്നിട്ട് നമുക്കെല്ലാം കൂടെ താഴോട്ട് പോയി ചുമ്മാ കളിക്കാൻ ഇവിടെ ക്രിക്കറ്റ് കളിക്കാമെന്ന് ഏതെങ്കിലും കഴിവും പറയാറുണ്ടോ? The eagles won't say, I wanted to play on the ground, so let me go down. The eagle doesn't say that. ഒരുകൻ താഴെ വരണമെങ്കിൽ കഴുകൻ താഴെ വരണമെങ്കിൽ അവൻ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്, അവന് പറ്റിയ ഒരു സാധനം അവിടെ ഉള്ളവിടെ മാത്രമേ അവൻ വരത്തുള്ളൂ. The eagle will only come down if he were to see any kind of prey in the ground. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മളിൽ വസിക്കണമെങ്കിൽ ക്രിസ്തു പറഞ്ഞ വചനം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കണം. If that were true, then if you want the Lord Jesus to remain in you, you need to remain in the word of God. അത് നിന്നിലും എന്നിലും ഇല്ല എങ്കിൽ, If the Lord is not in us, നമുക്ക് എഴുന്നേക്കാം, വരാം, പോകാം, കിടക്കാം, പ്രാർത്ഥിക്കാം, എല്ലാം മറ്റുള്ള മനുഷ്യർ ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാം. we can do all kinds of activities in our life just like everybody else. പക്ഷേ ചിന്തിച്ചോണേ, ക്രിസ്തു നമ്മളിൽ ഇല്ല എന്ന് മറക്കരുത്. Remember this, the Lord is not remaining in us. Praise God. അവിടെ എങ്ങനെയാ പറയുന്നേ? Abide in me. Here it says that you have to abide in me. Praise God. Abide in. അത് ഭയങ്കര വേർഡ് ആണ് കേട്ടോ. The word has such a powerful meaning. 3 വിധത്തിലുള്ള ഫലത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ഓർപ്പിച്ച് ഞാൻ കാര്യങ്ങൾ നിർത്താം. I wanted to remind you and speak about 3 different fruits, and I will stop. Praise God. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ആഴ്ചകളിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാവരും കേൾക്കണം. In the coming weeks, I will share about these things, and I expect everyone to listen to it. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കണം. The Holy Spirit wants to talk to us. ഒന്ന്, മാനസാന്തരത്തിൻ്റെ ഫലം. And number 1, the fruit of the repentance. 2, ആത്മാവിൻ്റെ ഫലം. And number 2, the fruit of the Spirit. 3, വെളിച്ചത്തിൻ്റെ ഫലം. And number 3, the fruit of the light. ഒരു ദൈവ പൈതല്, A child of God, പ്രൂണിങ് ചെയ്യുന്നവനില്, if you were to go through the pruning process, ഈ 3 ഫലം ദൈവം ആഗ്രഹിക്കുന്നു. God expects in us all these 3 kinds of fruits. കുറഞ്ഞതെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നു. At least he is expecting these 3 fruits. എന്താണെന്നറിയാമോ? ഒന്ന്, But do you know why? മാനസാന്തരത്തിന്റെ ഫലം. Number 1, the fruit of the repentance. 2, ആത്മാവിന്റെ ഫലം. Number 2, the fruit of the Spirit. 3, പ്രകാശത്തിന്റെ ഫലം. Number 3, the fruit of the light. Praise God. ഇത്രയൊന്നും പറയാൻ ഇന്ന് സമയം എന്നെ അനുവദിക്കുന്നില്ല. Today we don't have much time left. ഈ മാനസാന്തരത്തിന്റെ ഫലം അതെപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നതാണ്, പുറത്തു വരുന്ന ഫലം എന്ന് പറയുന്നത്. The true repentance will have fruits coming out of us. അകത്തിരിക്കുന്ന സാധനത്തെ പുറത്തു വരുമ്പോഴാണ് അത് ഫലമായി കാണുന്നത്. If something were to come out of us, then that is the fruit. കാണുമ്പോൾ സ്റ്റംപ് ആയിരിക്കാം, അല്ലെ ഒരു ഫ്ലവർ ആയിരിക്കാം. And when somebody else sees it, it could be a flower or it could be a fruit. പക്ഷേ ഗ്രാജുവലി അത് ഷേപ്പ് മാറി അത് പുറത്ത് കാഴ്ചയായിരിക്കുന്നത് ആ ഫലം എന്ന് പറയുന്നത്. And that fruit will slowly come out of the flower that came up. ഈ ഉണ്ടായത് ഈ സ്റ്റംപിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കമ്പിൽ നിന്ന്, ഈ തടിയിൽ നിന്നായിരിക്കാം ഈ ഫ്രൂട്ട് ഉണ്ടായത്. The fruit actually came from the branches. പക്ഷേ ആരെങ്കിലും ഫ്രൂട്ട് നോക്കാൻ വേണ്ടി തടി മുറിച്ച് നോക്കാറുണ്ടോ? Do you think if anyone will cut the branch to see if there's any fruit? ഇല്ല. കാരണം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് പുറത്തു വന്നേനെയുമായിരുന്നു. And nobody will do that. If there is a fruit, and it will come out of the branch. Praise you God. Hallelujah. സ്തോത്രം. Hallelujah. കായ്ക്കുന്ന കൊമ്പിനുള്ള ഫലങ്ങൾ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ച് I wanted to remind you of a couple of things about the branches that bear fruit. എന്താണ് കായ്ക്കുന്ന കൊമ്പിനുള്ള ഫലങ്ങൾ? എന്താണ് ഈ ഫലം എന്ന് പറയുന്നത്? What does it mean by the branches that bear fruit? Praise God. Hallelujah. അത് അറിയുന്നത് പ്രവൃത്തിയിൽ കൂടെയാണ്. And we know this by the actions of our lives. ജോൺ ബാപ്റ്റിസ്റ്റ് ഇങ്ങനെ മാത്യുവിൽ പറയുന്നു, അപ്പോസ്തലനായ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറയുന്നു, മാനസാന്തരത്തിന് നിങ്ങൾ യോഗ്യമായ ഫലം കായ്പീൻ. You have to bear fruit according to the repentance that you went through. അതെന്താ അപ്പം മാനസാന്തരത്തിനായിട്ടുള്ള ഒരു ഫലമുണ്ടോ? What does it really mean by if there is a fruit based on the repentance? അതിന്റെ 8-ാം വാക്യം വരുമ്പോൾ വീണ്ടും അതിനെ ഓർപ്പിച്ചു പറയുന്നുണ്ട്. Verse 8 also reminding us this. നിങ്ങൾ വളരെ മാനസാന്തര 3:8 മാത്യു 3:8. Praise God. നിങ്ങൾ മാനസാന്തരത്തിന്റെ
മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അങ്ങനെയെങ്കിൽ therefore produce fruit consistent with the repentance. മാനസാന്തരത്തിന് ഒരു ഫലമുണ്ട്. It simply means that for repentance there is fruit. അത് പുറത്തു വരേണ്ടിയ ഫലമാണ്. It is something that has to come out of it. Praise God. മാനസാന്തരത്തിന്റെ പ്രവൃത്തികളാണ് ഈ ഫലമെന്ന് നമ്മൾ ആരംഭത്തിൽ ഓർപ്പിച്ചു. I also told you that the actions of the repentance will produce fruit. എന്താണെന്നറിയാമോ? വൺസ് മാനസാന്തരപ്പെട്ടാൽ ഈ പുറത്തു വരേണ്ടത്, Do you know, once we have received repentance, seen repentance, what should come out of it? പോളിനോട് നമുക്കൊന്ന് ചോദിക്കാം. Let us ask Apostle Paul. Hallelujah. Act 26 verse 18. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ വാക്യത്തിന്റെ 18-ാം വാക്യം. To open their eyes so that താൻ ഇങ്ങനെയാ സാക്ഷ്യം പറയുന്നത്. This is something Paul എന്നെ testifies. മാനസാന്തരപ്പെടുത്തിയതിന്റെ ഉദ്ദേശം, The reason why Paul went through this repentance process, ഇരുളിലിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ, it is to bring forth the people who are in darkness. സാത്താന്റെ അധീനതയിലിരിക്കുന്നവരെ റിലീസ് ചെയ്യുവാൻ, It is to release the people who are under the bondage of Satan. എന്നെ ദൈവം മാനസാന്തരപ്പെടുത്തിയതാണ്. God has made me repent in my own life. മാനസാന്തരപ്പെട്ട നമുക്ക് ആ ഫലമുണ്ടോ? Do you think we have that kind of fruit in us? ഇരുളിലിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ People who remain in the darkness. ലൈറ്റ് പോയിടത്തെ അല്ല. I'm not talking about literal electricity that we have at home. പവർ കട്ടിനെ കുറിച്ചല്ല പറയുന്നേ. I'm not talking about the power cuts. I'm talking about the person who doesn't find the Christ in their life. Hallelujah. ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുവാനും അങ്ങനെയുള്ളവരെ പുറത്തു കൊണ്ടുവരുവാനുമാ മാനസാന്തരത്തിന്റെ ഫലം. I'm talking about the people who are remaining in darkness without knowing the Lord Jesus, about his repentance and the saving grace. പിന്നെ പറയുന്നു, സാത്താൻ പിടിച്ചു വച്ചിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്നതാ And മാനസാന്തരത്തിന്റെ then ഫലം. again Paul says to bring forth the people who are in the bondage of Satan. പോൾ അങ്ങനെയാ പറയുന്നത്. That is what Paul says. Praise God. ഇന്ന് പല ദൈവമക്കളും ഭൂതത്തെ പുറത്താക്കാറില്ല. Nowadays we don't see anybody casting out demons. ഭൂതം ഇല്ലാഞ്ഞിട്ടല്ല. It doesn't mean that the demon doesn't exist. പലർക്കും പേടിയാ, ഇവനെ പുറത്താക്കിയ ഇവ എൻ്റെ ഭാര്യയുടെ മുകളിൽ കയറും, അല്ലെ മക്കളുടെ മുകളിൽ കയറും, ഇല്ല Many എൻ്റെ വീട്ടിൽ people are afraid to cast out demons because they think that will come into our own family. പല രോഗങ്ങളെയും ശാസിക്കാറില്ല, കാരണം അത് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും ഒക്കെ വരും. Many people don't cast out the diseases because they fear that will come to their family. പക്ഷേ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫലമാണെന്നാ പറയുന്നത്. But when you talk about all these things, they say we have much fruit in us. മാനസാന്തരത്തിന്റെ ഫലമുണ്ടെങ്കിൽ, If you have the fruit of repentance in you, നീ സാത്താന്റെ അധീനതയുള്ളവനെ ശാസിക്കണം, പുറത്തു കൊണ്ടുവരാൻ പറയണം. if that is true, then you have to cast out demons from people who are under the bondage of Satan. Praise God. Hallelujah. പലരും പറയുന്നുണ്ട്, Many people say this. സൂക്ഷിച്ചു പ്രാർത്ഥിക്കണേ. Be careful how you pray. തീർച്ചയായിട്ടും ഞാൻ അതിനെ എഗ്രി ചെയ്യുന്ന ആളാ. I agree with that. If you are not anointed, the Spirit of the Lord is not leading you to do that, don't do it. If you are not led by the Spirit, do not pray for other people. ചുമ്മാ കയറി കളിക്കാൻ നിൽക്കരുത്. Don't get into this problems. കാരണം എന്താണെന്നറിയാമോ? അവൻ ബലവാനാ. Remember, the Satan itself is a stronghold. നീ ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ അതിലും ബലമുള്ളവൻ ചെന്നെങ്കിൽ മാത്രമേ നടക്കൂ. If you wanted to tie the strong man, you have to become more stronger. പക്ഷേ അതിന് പ്രത്യേക ആൾക്കാരുണ്ടോ? There are special people for it. ഇല്ല. കർത്താവ് ജില്ലയിൽ നിന്നോ ഡിസ്ട്രിക്റ്റിൽ നിന്നോ ആൾക്കാരെ തിരഞ്ഞെടുക്കാണ്ടോ അതിനു വേണ്ടി? Do you think the Lord selects only people for those kinds of actions? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല ശിഷ്യന്മാർക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. Lord Jesus himself have given authority for all of those who have received grace in their life. നമ്മൾ പലപ്പോഴും അത് ഏറ്റെടുത്ത് ആ ഒരു രീതിയിൽ ഷാർപ്പായി നിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തിരിച്ച് നമുക്ക് വരികയോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രേരണ ലഭിക്കാതിരിക്കുകയോ Many ചെയ്യുന്നത്. times we actually are not strong in our faith, in our bearing fruit, and that is why we don't want to pray for people who are under the bondage of Satan. Praise God. വേറെ 2-3 ക്യാരക്ടേഴ്സ് എനിക്ക് പറയാനുണ്ടോ? I also wanted to share about a couple of more characters. എൻ്റെ സമയം കടന്നു. My time has passed. Let me conclude today. Hallelujah. വരും ദിവസങ്ങളിൽ ആഴമായിട്ട്
ഈ ദൈവത്തിൻ്റെ വചനം നമ്മോട് ദൈവം സംസാരിക്കണം. May the Lord speak to us in deeply in the coming days. ഈ